HSST ഹിസ്റ്ററി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന 34 പേരിൽ ഭൂരിഭാഗം റാങ്കുകളും നമ്മുടെ ഏസിലെ കുട്ടികൾക്കായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് HSST ഹിസ്റ്ററിയിൽ 6th റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള നദീറ ടീച്ചറാണ്. ടീച്ചറെ നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അപ്പോൾ ടീച്ചർ ഒന്ന് സ്വയം പരിചയപ്പെടുത്തും. ഞാൻ നദീറ. എൻ്റെ വീട് പെരിന്തൽമണ്ണക്കടുത്തുള്ള കരിങ്കല്ലത്താണിയാണ്. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, അനിയത്തി, 3 അനിയന്മാരാണുള്ളത്. ഞാൻ പഠിച്ചത് വീടിനടുത്തുള്ള ഗവൺമെൻറ് സ്കൂളുകളിലാണ് പഠിച്ചത്. എൻ്റെ ഡിഗ്രിയും PGയും മണ്ണാർക്കാട് MES കല്ലടി കോളേജിലായിരുന്നു. BEd ചെയ്തത് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിലാണ്. നെറ്റും സെറ്റും കേട്ടറ്റും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ടീച്ചറുടെ എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു ഈ എക്സാം? ഞാൻ എൻ്റെ BEd കഴിഞ്ഞ ഉടൻ തന്നെ ഒരു CBSE സ്കൂളിൽ വർക്ക് ചെയ്യാൻ കയറി. എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഒരു വലിയ തെറ്റും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ശരിയും കൂടെ ആയിരുന്നു അത്. അപ്പോൾ ആ സമയങ്ങളിൽ PSC എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് അപ്ലൈ ചെയ്യും, ജസ്റ്റ് ചുമ്മാ പോയി എഴുതും. PSC എഴുതിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പഠിച്ച ആദ്യത്തെ എക്സാമാണ് HSST ഹിസ്റ്ററി എന്ന് പറയുന്നത്. ടീച്ചർ ഈ ടീച്ചിങ് ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ടീച്ചിങ് ഫീൽഡ്, എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. അത് ചെറിയ ക്ലാസ് തൊട്ടേ എന്നെ പഠിപ്പിച്ച അധ്യാപകരായിട്ടുള്ള സാറ് ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ സാറെ കണ്ടിട്ടില്ല. എന്നെ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിച്ച ഉറുദു അതുപോലെ തന്നെ ഹിസ്റ്ററിയും സോഷ്യൽ സയൻസും പഠിപ്പിച്ച ഒരു ചന്ദ്രൻ മാഷുണ്ടായിരുന്നു. മാഷാണ് ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു ടീച്ചർ ആവണം എന്നുള്ളൊരു ഇൻസ്പിറേഷന്. സാറ് വഴിയാണ് ഞാൻ ഹിസ്റ്ററിയിലേക്ക് എത്തിപ്പെട്ടതും. ഹിസ്റ്ററി എനിക്ക് ഇഷ്ടമാവാൻ കാരണം അതുപോലെ തന്നെ എനിക്ക് മാത്സിൽ ഞാൻ വീക്ക് ആയതുകൊണ്ട് ഹിസ്റ്ററിയുടെ ഉള്ള ഇഷ്ടം കുറച്ചുകൂടെ കൂടി. അങ്ങനെയാണ് ഹിസ്റ്ററി പ്ലസ് ടീച്ചിങ് ആ ഒരു UP ക്ലാസ് തൊട്ട് തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു. ടീച്ചർ HSST തിരഞ്ഞെടുക്കാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞൊരു CBSE സ്കൂളിലാണ് ആദ്യം വർക്ക് ചെയ്തതെന്നുള്ളത്. ഞാൻ PG കഴിഞ്ഞ ആ സമയത്തൊക്കെ എൻ്റെ വലിയൊരാഗ്രഹം PhD ചെയ്യണം. ഞാൻ എൻ്റെ ആ സമയങ്ങളിലൊക്കെ എൻ്റെ ബുക്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ നദീറ എന്ന് എഴുതി വെക്കാറുണ്ടായിരുന്നു. പക്ഷേ BEd കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ MPhilന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അത് എൻ്റെ എൻട്രൻസിന് പോകാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ സ്കൂളിലേക്ക് താൽക്കാലികമായിട്ട് കയറിയതാണ്. ആ സമയങ്ങളിലൊക്കെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കോളേജ് അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മാത്രമേ ഞാൻ പഠിപ്പിക്കുള്ളൂ. ആ ലെവലിൽ ആണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത്. പക്ഷേ CBSE സ്കൂളിൽ കയറിയപ്പോഴാണ് എനിക്ക് ചെറിയ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, ആ കുട്ടികളുടെ ഇൻട്രാക്ഷന് അതൊക്കെയും കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ തൽക്കാലത്തേക്ക് കയറി ഞാൻ പിന്നീട് അവിടെ ഒരു 6 വർഷത്തോളം ഞാൻ അവിടെ സ്ഥിരമായി. അപ്പോഴേക്കും എൻ്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി. ആ സമയത്തൊന്നും ഞാൻ സെറ്റും നെറ്റും ഒന്നും ക്വാളിഫൈഡ് ആയിരുന്നില്ല. പിന്നീടാണ് വീണ്ടും സ്കൂളിലെ അധ്യാപകരും എൻ്റെ ഉപ്പയും ഉമ്മയും അവിടെ നിന്ന് പിടിച്ചിറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വീണ്ടും ഇറങ്ങി. ഞാൻ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങി. അങ്ങനെയാണ് സെറ്റും നെറ്റും ഒക്കെ ക്വാളിഫൈ ചെയ്തത്. പിന്നീട് എൻ്റെ ലക്ഷ്യം അടുത്ത വരുന്ന HSSTയിൽ കയറണം എന്നുള്ളത് തന്നെയായിരുന്നു. അതിനുവേണ്ടി ഇരുന്ന് പഠിച്ചു, സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ടീച്ചർ പറഞ്ഞു ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പഠിച്ചതെന്നുള്ളത്. അപ്പോൾ ടീച്ചർ ഈ എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? ഞാൻ HSSTയിലേക്ക് വരുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് അവിടുന്ന് റിസൈൻ ചെയ്തിറങ്ങിയിട്ട് നെറ്റ് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴുകൂടി സാറ് ഒരുപാട് നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള ബുക്സുകൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഹിസ്റ്ററി വീണ്ടും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ ആ നെറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, നന്നായി പഠിച്ചു, സ്ട്രഗിൾ ചെയ്തു. 1-2 വർഷം അതിൻ്റെ പിന്നാലെ തന്നെ ഇരുന്നു. അങ്ങനെ നെറ്റ് ക്വാളിഫൈ ചെയ്ത വർഷം കഴിഞ്ഞിട്ടാണ് HSST വിളിക്കുന്നത്. അങ്ങനെ HSST വിളിക്കുന്നത് കൊണ്ട് ആ ഒരു സമയത്ത് എയ്സിൽ പരസ്യം കണ്ട് ജോയിൻ ചെയ്തു. അവിടുന്ന് അങ്ങോട്ടാണ് HSST പഠിക്കുക എന്നുള്ള ഒരു യാത്ര തുടങ്ങിയത്. അപ്പോൾ വീണ്ടും എയ്സിലേക്ക് തന്നെ തിരിച്ചു വന്നു. രണ്ടാമതും എയ്സിലേക്ക് വരാനുള്ള കാരണം ഞാൻ ഈ നെറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് HSC സോഷ്യൽ സയൻസ് വിളിക്കുന്നതും. ഞാൻ ജസ്റ്റ് പോയി എഴുതി
ഞാൻ എഴുതിയ മാത്രമേ ഉള്ളൂ, എങ്ങനെയാണ് എഴുതി എന്താണെന്ന് എനിക്കറിയാൻ ഏകദേശം ഒരു 95 ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ കറുപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം നെറ്റിൽ നെഗറ്റീവ് മാർക്കില്ല, ഞാൻ പഠിക്കുന്നത് നെറ്റിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഓർഡറിൽ പഠിച്ചു പോയി. ക്ലാസ്സിൽ വന്ന ഇൻവിജിലേറ്ററും എൻ്റെ അടുത്തിരിക്കുന്ന സ്റ്റുഡൻറ്റ് കുട്ടിയും കൂടെയാണ് ഇതെന്താണ് ഇങ്ങനെ കറുപ്പിക്കുന്നതെന്ന് അവരെന്നോട് എൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ എഴുതുന്നത് PSC ആണെന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയത്. അങ്ങനെ 95 ബബിൾ ചെയ്തിട്ടാണ് HSC എഴുതിയത്. പിന്നീട് അതിൻ്റെ PSCന്ന് മെസ്സേജ് വന്നു, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴാണ് എനിക്ക് പഠിച്ചാൽ ഇത് കിട്ടും, അതായത് പഠിക്കാതെ പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ തന്നെ HSC സോഷ്യൽ സയൻസ് മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അതിലെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏകദേശം എല്ലാ ഫസ്റ്റ് റാങ്കുകളും ജില്ലയിലെ എല്ലാ റാങ്കുകളും എയ്സിന്. അങ്ങനെയാണ് ഞാൻ എയ്സ് തിരഞ്ഞെടുത്തതും എയ്സിലേക്ക് വരുന്നതും. ഓക്കെ, പിന്നീട് എയ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? എയ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജേണി എന്ന് പറയുമ്പോൾ എയ്സിലേക്ക് വരുന്നത് എനിക്ക് ഞാൻ നെറ്റ് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ കോൺഫിഡൻസ് ആയിരുന്നു, കാരണം അതെനിക്കറിയാം. പക്ഷേ എനിക്ക് വേൾഡ് ഹിസ്റ്ററിയും ഹിസ്റ്റോറിയോഗ്രാഫിയും കാര്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ എയ്സിലേക്ക് വരുന്നു, ഇവിടെ വരുന്നു, എനിക്കാകെ ഓർമ്മയുള്ളത് ഞാൻ എയ്സിലേക്ക് കയറി വരുന്നു. അവിടെയുള്ള കുറച്ച് ബെഞ്ചുകൾ കാണുന്ന നേരത്തെ എത്തും. അവിടെ 1-2 ആളുകളെ ഉണ്ടായിരിക്കും. ആ ഫസ്റ്റ് വരുന്ന ആളുകളെ മാത്രമേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൂ. അവിടെ വരും, ഫസ്റ്റ് ബെഞ്ചിലും നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളെയും ബാക്കിലിരിക്കുന്ന ആളുകളെയും മാത്രം കാണും, വരുന്ന ടീച്ചേഴ്സിനെ കാണും, അല്ലാതെ കൂടുതലായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എയ്സിൽ വന്ന് ഒരു ഏകദേശം 4 ആഴ്ച കഴിയുമ്പോഴും റാങ്ക് ലിസ്റ്റ് നമുക്ക് എയ്സിൽ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്ന എല്ലാ സൺഡേയ്സിനും നമുക്ക് കിട്ടുന്ന എക്സാംസ് എന്ന് പറയുന്നത് അതാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത്. എങ്ങനെ എക്സാംസ് അറ്റൻഡ് ചെയ്യാം, എങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു HSCക്ക് 95 ബബിൾ ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെയുള്ള എന്നെ എങ്ങനെ എക്സാം എഴുതാം എന്ന് പഠിപ്പിച്ചത് എയ്സിലെ എക്സാംസാണ്. അങ്ങനെ അവിടുന്ന് ആദ്യത്തെ 4 ആഴ്ചയൊക്കെ എൻ്റെ പേര് ഞാൻ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് 45ാമത്തെ റാങ്ക്, നമ്മുടെ കുട്ടികൾ 65-70 ആളുകളുടെ 45-50 ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് ഒരു മോട്ടിവേഷൻ, ഉള്ളിൽ നിന്ന് വരണം മോട്ടിവേഷൻ എന്ന് പറയുന്ന പോലെ തോന്നിയത്. ഇങ്ങനെ പോയാൽ പോരാ, നമ്മുടെ പ്രിൻസിപ്പൽ സാറ് ക്ലാസ്സിൽ വരും, ഫസ്റ്റ് റാങ്കിന് സെക്കൻഡ് റാങ്കിനെയൊക്കെ അനൗൺസ് ചെയ്യും. അപ്പോഴാണ് അയ്യോ ഇതിലെൻ്റെ പേരില്ല, 10ൻ്റെ ഉള്ളിൽ പോലും ഇല്ല. അങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ പിന്നീടുള്ള ആഴ്ചകളിൽ ഇവിടുന്ന് കിട്ടുന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കും. അങ്ങനെ ജനുവരി മുതലുള്ള റാങ്ക് ലിസ്റ്റിൽ ഞാനും എയ്സിൻ്റെ 10 റാങ്കിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു റാങ്കിൽ ഉണ്ടാവാൻ തുടങ്ങി. ഒരു ഫെബ്രുവരി തൊട്ട് ഞാൻ എൻ്റെ പഠനം ഒന്നുകൂടെ സ്ട്രോങ് ആക്കി. ഫെബ്രുവരി തൊട്ട് 1-5 ഉള്ളിൽ ഏതെങ്കിലും ഒരു റാങ്കിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ HSST-യിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ഈ HSST എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെയായിരുന്നു? ഇങ്ങനെ പഠിക്കുന്ന സമയം, നോട്ട്സ് എഴുതി ഉണ്ടാക്കുന്നത് ഒക്കെ? എനിക്ക് എൻ്റേതായ ഒരു രീതിയുണ്ട് പഠിക്കുന്നതിന്. ഞാൻ ഒതൻറ്റിക് ബുക്സുകൾ വായിക്കും. എത്ര ബുക്സ് ചെറിയ പോയിന്റുകളാണെങ്കിൽ കൂടി അത് എനിക്ക് എൻ്റേതായ രീതിയിലൊന്ന് എഴുതി വെക്കണം. ബുക്സ് വായിച്ച് ബുക്കിൽ പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യും. അണ്ടർലൈൻ ചെയ്തിൽ അതിൽ എല്ലാ പോയിന്റുകളും ഞാൻ എൻ്റെ നോട്ടിലേക്ക്, അതും സ്പൈറൽ നോട്ടുകൾ, എൻ്റെ നോട്ടുകൾ അത്രയും അടുക്കും ചിട്ടയുള്ള നോട്ടാണ്, നല്ല നീറ്റായിട്ട് എഴുതും. അപ്പോൾ അങ്ങനെയുള്ള നോട്ട്സിൽ ഓരോ സബ്ജക്റ്റിനും പെർട്ടിക്കുലർ നോട്ട് വെച്ച് ആ നോട്ടിലേക്ക് എല്ലാ പോയിന്റുകളും പേജിൽ നിന്ന് കിട്ടുന്ന ടോപ്പിക്കിലെ പോയിന്റുകളാണെങ്കിൽ കൂടി അത് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ പലതരത്തിലുള്ള ഇങ്ക് വെച്ച് അത് എൻ്റെ മനസ്സിൽ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പിന്നീട് നോക്കുമ്പോൾ ഞാൻ ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് ആ പോയിന്റ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ അത്രത്തോളം നീറ്റായിട്ട് നോട്ടുകൾ എഴുതും. അതുപോലെ തന്നെ അത് എഴുതി കഴിഞ്ഞ് ഇന്ന് ഞാൻ പഠിക്കുന്ന കാര്യത്തെ നാളെ രാവിലെ ഞാൻ ആ പഠിച്ചതിനെ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. അങ്ങനെയുള്ളൊരു ഇതിലാണ്, അങ്ങനെ ആ ഒരു എൻ്റെതായ ഒരു ലെവലിലാണ് ഞാൻ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തിരുന്നത്. ടീച്ചർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, ഉപ്പയും ഉമ്മയും അനിയന്മാരുടെ അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ സീറ്റിലിരിക്കില്ല. എൻ്റെ ഉപ്പയാണ് എൻ്റെ ഒരു പ്രൈം മോട്ടീവ്. അതുപോലെ തന്നെ എൻ്റെ ഒരു മെൻറ്റർ, എല്ലാം എൻ്റെ ഉപ്പയാണ്. അതുപോലെ തന്നെ കൂടെ ഉമ്മയുടെ സപ്പോർട്ടും. എൻ്റെ ഉപ്പാക്ക് അവരുടെ പ്രായത്തിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഉപ്പ കുറേ ഭൂമിയൊക്കെ ഉള്ള വീട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അവർ ഭയങ്കര സമ്പന്നരാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കുടുംബത്തിലാണ് ഉപ്പ. അപ്പോൾ പഠിക്കാതെ ജോലി കിട്ടാതെ ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്നുള്ള വിശ്വസിച്ചിരുന്ന ആ ഒരു സമയത്ത് ഉപ്പക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് ഭൂമിയാണ് അതൊക്കെ വിറ്റ് അവർ ഒരു അവസ്ഥയിൽ താഴ്ന്ന ലെവലിലേക്ക് എത്തിയപ്പോൾ ഉപ്പയുടെ ആഗ്രഹം, ഉപ്പയുടെ മക്കൾ ഉപ്പക്ക് ഉണ്ടായ ആ ഒരു അനുഭവം ഉണ്ടാകരുതെന്ന് പറഞ്ഞ്, ഞാൻ വീട്ടിലെ മൂത്ത മകളാണ്. അപ്പോൾ
ഉപ്പയുടെ ആ ഒരു ആഗ്രഹം, എന്നിലൂടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നായിരുന്നു ഉപ്പയുടെ ആഗ്രഹം. ഉപ്പയ്ക്ക് ഞാൻ 10 കഴിഞ്ഞപ്പോൾ സയൻസ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് BSc നഴ്സിംഗിലേക്കൊക്കെ പോകണം എന്നുള്ളത്. പക്ഷേ എനിക്ക് മാത്സ് വീക്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഹ്യൂമാനിറ്റീസ് എടുത്തതും. അവിടെ തൊട്ട് തന്നെ ഞാൻ ഉപ്പയുടെ സപ്പോർട്ടോട് കൂടിയിട്ട്, പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയല്ലേ കെട്ടിച്ചു വിട്ട്, അങ്ങനെ ആ ഒരു പല കാര്യങ്ങളും കേട്ട് ഉപ്പ ഞാൻ പഠിക്കുന്ന അത്രയും പഠിക്കണം, ആ ഒരു സപ്പോർട്ട് ഉപ്പ തന്നു, കൂടെ ഉമ്മയുടെ സപ്പോർട്ടും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പിന്നീട് ഞാൻ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത സമയത്തും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയ ജോലി കളഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇനി എന്ത് കിട്ടാനാണ്, PSc പഠിച്ചവർക്കെല്ലാം കിട്ടും, അങ്ങനെ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം കൂടെ നിന്നത് എൻ്റെ ഉപ്പയും ഉമ്മയാണ്. ഞാൻ എത്ര സമയം പഠിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം അവരോട് കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ളവരുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ്, പ്രത്യേകിച്ച് എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ അനിയന്മാരുടെ അവരുടെ സപ്പോർട്ടോട് തന്നെയാണ് ഞാൻ ഈ ഒരു സീറ്റിലിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ് പറഞ്ഞു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നെറ്റ് ഉള്ളത് കൊണ്ട് പഠിച്ചത് കൊണ്ട് എനിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി അറിയായിരുന്നു. പക്ഷേ HSSTയിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഉണ്ട്, ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ട്. അപ്പോൾ ആ ഏരിയയൊക്കെ എനിക്ക് ഒട്ടും അറിയില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ബുക്സ് എൻ്റെ അടുത്തുണ്ട്, ഒതൻറ്റിക് ബുക്കുകളുണ്ട്, നന്നായിട്ട് വായിച്ചെടുത്ത് എനിക്ക് കിട്ടും. പക്ഷേ എയ്സിലേക്ക് വരുമ്പോൾ കോമ്പറ്റീഷൻ നല്ല ടഫാണ്. അപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് 40-45 ഒക്കെയാണ് ആദ്യത്തെ ആഴ്ചകളിൽ എൻ്റെ റാങ്ക്. ആ ഒരു സമയത്ത് എനിക്കിത് കിട്ടുമോ, അതല്ലെങ്കിൽ ഞാനത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള പല പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ എക്സാംസ് വരുമ്പോൾ എയ്സിൽ ഫസ്റ്റ് റാങ്ക് എനിക്ക് കിട്ടുകയും കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എത്തുമ്പോൾ എൻ്റെ റാങ്ക് 10 ബാക്കിലൊക്കെ, ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് വീണ്ടും എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഫാമിലി അവരുടെ സപ്പോർട്ടോട് കൂടി തന്നെ കിട്ടും, എന്നെക്കൊണ്ടത് പറ്റും എന്നുള്ള ഒരു മോട്ടിവേഷൻ ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ എനിക്ക് ഏതാണോ ടഫ് എൻ്റെ വീക്ക് ഏരിയ, അങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ അവിടെ മാറ്റി വെച്ച് എൻ്റെ വീക്ക് ഏരിയയിലേക്ക് ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ എയ്റ്റ്സിലുണ്ടായിരുന്ന 1-2 നല്ല സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇവിടെ 3ാം റാങ്ക് കിട്ടിയ ഷഹന ടീച്ചർ, അതുപോലെ തന്നെ ഫാത്തിമ ടീച്ചർ, അങ്ങനെ കുറച്ച് നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർ തന്നെ കൊണ്ട് പറ്റും, വീക്ക് ഏരിയയിലേക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ കിട്ടുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇവരോടൊക്കെ സംസാരിക്കുകയും ഡിസ്കഷൻസിലൂടെയൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ വീണ്ടും ഫെബ്രുവരി തൊട്ടൊക്കെയാണ് ഞാൻ ശരിക്കും ഒരു ട്രാക്കിലേക്ക് ഞാൻ കയറുന്നത്. അതിനുശേഷം സിലബസ് നന്നായിട്ട് സിലബസ് വെച്ച് ഓരോ പോയിൻ്റ് എഴുതിയെടുത്ത് ടൈം ടേബിൾ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒരു സ്ട്രാറ്റജിക് ലെവലിലാണ് HSST പഠിച്ചത്. ഓക്കെ, ഈ വീക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം, വേറെ നോട്ട്സ് എഴുതി ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എഫേർട്ട് എടുത്ത് മിസ് എന്താണ് ചെയ്തിരുന്നത്? വീക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സിലബസിൽ ഹിസ്റ്റോറിയോഗ്രാഫിയും വേൾഡ് ഹിസ്റ്ററിയും പ്രത്യേകം മാർക്ക് ചെയ്ത് അതിനകത്ത് ഒരു ദിവസത്തിൽ ഹിസ്റ്റോറിയോഗ്രാഫിയും വേൾഡ് ഹിസ്റ്ററിയും മാത്രം പഠിക്കുകയും, അങ്ങനെ ആ പഠിക്കുന്ന ഏരിയയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സമയം മണിക്കൂറുകൾ അതിനുവേണ്ടി എത്ര മണിക്കൂറാണോ മാറ്റിവെച്ച് അതിനുവേണ്ടി നോട്ടുണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം സമയം മാറ്റിവെച്ച് അതിന് വീണ്ടും റിവിഷൻ ചെയ്ത് നെക്സ്റ്റ് ഡേ അത് വീണ്ടും റിവൈസ് ചെയ്യും. അങ്ങനെയുള്ള അതുപോലെ തന്നെ അതിൻ്റെ മോക്ക് ടെക്സ്റ്റുകൾ ചെയ്യും. അങ്ങനെയാണ് പഠിച്ചിരുന്നത്. ടീച്ചർ ഒരു ദിവസം എത്ര സമയമാണ് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്? ഞാനൊരു ദിവസം പഠിച്ചിരുന്ന സമയം എന്ന് പറയുന്നത്, വീട്ടിൽ അനിയത്തിയുടെ മോനുണ്ട്, അവനെ പഠിപ്പിച്ചിരുന്നത് ഞാനാണ്. അവൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും 2 മണിക്കൂറോളം മാറ്റി വെക്കുമായിരുന്നു. പിന്നെ എനിക്ക് വീട്ടിൽ ചെറിയൊരു ഗാർഡൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ നനക്കലും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യും. ബാക്കിയുള്ള വീട്ടിലെ ജോലികളിലൊന്നും ഞാൻ ഇൻവോൾവ് ആയിരുന്നില്ല, എല്ലാം എൻ്റെ ഉമ്മയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഉമ്മയുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ ബാക്കിയുള്ള എൻ്റെ ഉറക്കവും കഴിഞ്ഞ ബാക്കിയുള്ള എല്ലാ സമയവും ഞാൻ പഠനത്തിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്തിരുന്നത്. ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ മിസ്സിന് എന്താ തോന്നിയത്? ഈ 6ാം റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ? 6ാം റാങ്ക് പ്രതീക്ഷിച്ചിട്ടില്ല. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഞാൻ മലപ്പുറം ബോയ്സ് സ്കൂളിലാണ് എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് അവിടെയുള്ള റിവ്യൂ കേട്ടപ്പോഴേ എല്ലാവരും 50-60 മാത്രമാണ് ബബിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏകദേശം 79ഓളം ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബബിൾ ചെയ്യാനുള്ള കാരണം, മുമ്പ് ഞാൻ പഠിക്കാതെ ചെയ്തിരുന്ന സമയത്തെ പോലല്ലേ എയ്സിൽ നിന്ന് കിട്ടിയ ആ ഒരു സ്ട്രാറ്റജിക്ക് ആ ഒരു ലെവലിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൂടെയുള്ളവരെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ടെൻഷനെത്തിയപ്പോൾ ആ ഒരു സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ലെവലിലേക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഷോർട്ട് ലിസ്റ്റ് വന്ന് മെയിൻ ലിസ്റ്റിലെത്തിയപ്പോൾ ഞാൻ ആൻസർ കീ ചെക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു 10ൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവലും താഴെയാണ് ചെയ്തത്. പിന്നീട് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 6ാമത്തെ റാങ്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഒരുപാട് സന്തോഷം.
മുമ്പ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കൂടി ഇൻ്റർവ്യൂയോട് കൂടിയിട്ട് ആ പ്രതീക്ഷ ഇല്ലാതാക്കിയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അത് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല, അത്രത്തോളം സന്തോഷം. ഭയങ്കര ഒരു സ്റ്റക്കായിരുന്നൊരു മൊമെൻ്റാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ഇൻ്റർവ്യൂവിന് കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സിൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു? ഇൻ്റർവ്യൂ ഞാൻ HSAക്ക് മുമ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അന്ന് ഞാനൊന്നും കാര്യമായിട്ട് പഠിക്കാതെ പോയതുകൊണ്ടും ആ സമയത്ത് നെറ്റ് പ്രിപ്പയർ ചെയ്യാണ്ട് എനിക്ക് ഇൻ്റർവ്യൂവിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അതായത് എൻ്റെ മനസ്സിന് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇൻ്റർവ്യൂ എന്നുള്ളൊരു അതിലാണ് ഞാൻ പോയത്. അത്യാവശ്യം വേണ്ട രീതിയിൽ ഞാൻ നോട്ടുകളൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ പഴയ നോട്ടുകളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ ഞങ്ങളുടെ മുമ്പുള്ള 2 ദിവസത്തെ ഇൻ്റർവ്യൂവും കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും പറയുകയും ഞങ്ങളുടെ 3ാമത്തെ ദിവസം നടന്ന ഇൻ്റർവ്യൂവിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞങ്ങൾക്ക് PSC ചെയർമാനാണ് ചെയറിലുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ്, നല്ല ടഫായിരുന്നു ഇൻ്റർവ്യൂ. ഏകദേശം 10 മിനിറ്റിൽ കൂടുതൽ എടുത്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും ഞാനൊരു ആഗ്രഹിച്ച പോലെ എങ്ങനെയാണോ എന്ന് എനിക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ ഒരു കോൺഫിഡൻസും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ആൻസർ പല സമയത്തും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഇൻ്റർവ്യൂ ബോർഡിനെ അപ്രോച്ച് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പുള്ള ദിവസങ്ങളിലെ ആളുകൾ കുഴപ്പമില്ല എന്ന് പറയുകയും നമുക്ക് അത്യാവശ്യം നല്ല ടഫ് ഇൻ്റർവ്യൂ ആയപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ 10ൻ്റെ ഉള്ളിൽ എത്തില്ല, ഒരു 20 ആകും എന്നുള്ള ഒരു ലെവലിലേക്ക് കോൺഫിഡൻസ് താഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നീട് 10ൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്ന ക്വസ്റ്റ്യൻസ് ഏത് ലെവലായിരുന്നു? ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ബോർഡ്, നമ്മളതിനൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് പല ഏരിയയിലേക്ക് ഒരേ സമയം നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പല ക്വസ്റ്റ്യനും ഒരു ആൻസർ പറഞ്ഞ് അടുത്തതിലേക്ക് പോകുമ്പോഴേക്കും എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടാതെ വരികയും പലതും മാറി പറയുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ഒന്ന് കൂടി. ആ ക്വസ്റ്റ്യനാണ് സബാൾട്ടൻ ഹിസ്റ്ററിയെക്കുറിച്ച് ചോദിച്ചു. സബാൾട്ടൻ ഹിസ്റ്ററി എന്നെക്കൊണ്ട് അവർ ഏകദേശം ഒരു 2-3 മിനിറ്റ് എന്നെക്കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ എനിക്ക് അത് പറയാൻ പറ്റിയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസിൽ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ നിന്ന് പോരാൻ കഴിഞ്ഞു. നമ്മുടെ ACയിലെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു മിസ്സിന് യൂസ്ഫുള്ളായത്? ACയിലെ ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ ഏകദേശം 9-10 മാസമാണ് നമ്മളെ ഇവിടെ കോച്ചിങ് ഉണ്ടായിരുന്നത്. ACയിലെ എല്ലാ അധ്യാപകരുടെ ക്ലാസ്സുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെ ACയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാ ആഴ്ചകളിലും തരുന്ന OMR എക്സാമുകളായിരുന്നു. അതൊരു മിനി HSST ആയിട്ടാണ് ഓരോ ആഴ്ചയും നമുക്ക് തോന്നുന്നത്. എല്ലാ ആഴ്ചയിലും നമുക്ക് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ OMR തന്നെ നടത്തും. അതിൽ ടോപ്പിക് വൈസ് എക്സാം ഉണ്ടായിരിക്കും. എല്ലാ മാസങ്ങളിലും മോഡൽ എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ എക്സാമും നല്ല ഓരോ അനുഭവങ്ങളായിരുന്നു. എങ്ങനെ അത് നമ്മൾ OMR എങ്ങനെ ചെയ്യണം, അതിൽ എങ്ങനെ നെഗറ്റീവ് കുറക്കാം, അതുപോലെ തന്നെ നെഗറ്റീവ് നമുക്ക് എങ്ങനെ മാർക്കാക്കി മാറ്റിയെടുക്കാം, അങ്ങനെ ഒരുപാട് നല്ല എക്സ്പീരിയൻസാണ് ACയിലെ എക്സാംസ് ഉണ്ടായിരുന്നത്. അതുപോലെ ക്ലാസ്സുകളും നല്ലതായിരുന്നു. ഇവിടുന്ന് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരുന്നു. ഈ എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സിൻ്റെ, അതുപോലെ നാട്ടുകാരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നാണെങ്കിലും എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ മനുഷ്യന്മാരാണ്, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നെഗറ്റീവ് വരാറുണ്ട്. പലരും PSC പഠിച്ചിട്ട് കാര്യമുണ്ടോ, ജോലി കിട്ടുമോ, അങ്ങനെയുള്ള പല വേർഡ്സും പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്, വാട്സപ്പ് മാത്രമാണ്. അപ്പോൾ അതും എക്സാമിൻ്റെ ഈ ഒരു സമയങ്ങളിൽ ഉപയോഗം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകളെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, എന്നെ ചേർത്ത് പിടിക്കുന്നവരുടെ ആ ഒരു മനസ്സിൻ്റെ കൂടെ നിന്ന് പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ സമൂഹമാണ്, പലതരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയും. റാങ്ക് ലിസ്റ്റ് 6th റാങ്ക് വന്നിട്ട് പോലും ജോലി കിട്ടിയിട്ട് പോരെ ആഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരെയുണ്ട്. അപ്പോൾ അതിനെയൊന്നും നമ്മൾ നോക്കാതെ മുന്നോട്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളിലാണെങ്കിലും ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോഴും ഒരു സ്ഥലത്ത് സ്റ്റക്കായിരിക്കരുത്. നമ്മൾ മൂവ് ഓൺ ആണ്. നമ്മൾ ഒരിക്കലും അവിടെ നിൽക്കരുത്. ഇന്ന് കഴിയും, ഇന്നലെ കഴിഞ്ഞു പോയി, നമ്മൾ നാളെയാണ്. അപ്പോൾ ഈ ജീവിക്കുന്ന കാലത്ത് ജീവിക്കുക, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ എല്ലാം നമ്മൾ നെഗറ്റീവുകൾ നമ്മൾ മാറ്റി നിർത്തുക, പോസിറ്റീവിൻ്റെ കൂടെ മുന്നോട്ട് പോകുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സക്സസ്സിലേക്ക് എന്നെങ്കിലും എത്തും, അത് ഉറപ്പാണ്. ഇത് തന്നെയാണ് എനിക്ക് PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടും പറയാനുള്ളത്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. പല പ്രശ്നങ്ങളും പല വിമർശനങ്ങളും കേൾക്കാം, നമ്മൾ സ്റ്റക്ക് ആവരുത്, മൂവ് ഓൺ ആകുക. എപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആ ഒരു ലെവൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോകുക. നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമ്മുടെ കയ്യിലെത്തും. ഇപ്പോൾ HSST നേടിയെടുത്തു,
അപ്പോൾ ഇനി എന്താണ് അടുത്തത്, ഫ്യൂച്ചറിൽ എന്തൊക്കെയായിരുന്നു മിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചറിൽ എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറണം. അത് കഴിഞ്ഞ് എൻ്റെ വലിയ ആഗ്രഹമാണ് PhD ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞ് പാർട്ട് ടൈമായിട്ട് PhD ചെയ്യണം, ഡോക്ടറേറ്റ് എടുക്കണം. അതാണ് ഇനിയുള്ള പ്ലാന്. ഞാൻ എൻ്റെ മുമ്പ് പറഞ്ഞല്ലോ, ബുക്സുകളിലെല്ലാം ഡോക്ടർ നദീറ എന്ന് എഴുതി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എത്തണം. PhD എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത് എൻ്റെ പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ നദീറ എന്ന് എഴുതി വെക്കുന്ന ആ ഒരു നിമിഷം, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ഇനിയുള്ള ടീച്ചറുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ടീച്ചർ ആഗ്രഹിക്കുന്ന പോലെ നേടിയെടുക്കാൻ കഴിയട്ടെ. പിന്നെ നല്ലൊരു അധ്യാപന ജീവിതം, നല്ല അനുഭവങ്ങളുടേതാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.